ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങൾ തിരിച്ചതാണ്ട് കൊല്ലത്ത് നിന്ന് ചെന്നൈയിലോട്ട് പോവുകയാണ്. രാവിലെ 5 മണിക്ക് ഞങ്ങൾ ഇറങ്ങി. പിന്നെ രാവിലെ 5 മണിക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ദിവസം മുമ്പ് ഇവിടെ അച്ഛൻ്റെ വീട്ടിലെത്തി. അപ്പം അവിടെ നിന്നാണ് ഞങ്ങൾ പോകുന്നത് ചെന്നൈയിലോട്ട്. ഞങ്ങളിവിടെ ചെങ്കോട്ട വഴിയുള്ള റൂട്ടിലാണ് പോകുന്നത്. അപ്പം ഇനി ചെന്നൈയിലെ വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. കുട്ടി ഉറങ്ങുന്നതിൻ്റെ ഒരു ഇതിൽ വേണ്ടി ഇങ്ങനെ കിടന്നിട്ടുണ്ട്. അവൾ രാവിലെ എണീച്ചാണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ഉറങ്ങുമായിരിക്കും. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ വെളുപ്പാൻ രാവിലെ ഇങ്ങനെ യാത്ര ചെയ്യാൻ. ഇങ്ങനെ രാവിലെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നല്ല അടിപൊളി ഇങ്ങനെ നല്ല കൂൾ ബ്രീസും നല്ല രസമായിരിക്കും. അതുകൊണ്ട് ഈ റൂട്ടൊക്കെ ഭയങ്കര രസം. അന്ന് നല്ല തണുപ്പൊക്കെ ആയിരുന്നു, നല്ല രസമായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുതായിട്ട് ഇങ്ങനെ നേരം വെളുത്ത് ഈ റൂട്ടൊക്കെ ഇങ്ങനെ പോവാം. ഇത് തെന്മല ചെങ്കോട്ട ആ ഒരു റൂട്ട് വഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മളെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയും ഏകദേശം 13-14 മണിക്കൂറാണ് ഓൺ കാറെന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങൾ ആക്ച്വലി 5 മണിക്ക് രാവിലെ പുറപ്പെട്ടിട്ട് വീട്ടിലെത്തിയത് 11:30 രാത്രിയിൽ. കാരണം ഞങ്ങൾ നിർത്തിയാണ് വന്നത്. ഈ പ്രാവശ്യം വൈശുവിനെ കൊണ്ടുപോകുന്നുണ്ട്. വൈശുവിന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തും. അങ്ങനെ 1.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തി പോയതുകൊണ്ട് ഞങ്ങൾ കുറേ ലേറ്റായാണ് വന്നത്. പക്ഷെ എന്നാലും ബോറടിച്ചിട്ടില്ല. ചെങ്കോട്ടയുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞൊരു ഏരിയ കേട്ടോ. നല്ല സ്ഥലമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വണ്ടി പയ്യെ നിർത്തിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു ഈ സ്ഥലം. ഇത് ഏതാ സ്ഥലം എന്ന് അറിഞ്ഞൂടാ, രാജപ്പാളയാണോ എന്തോന്ന് അറിഞ്ഞൂടാ. ഇങ്ങനെ ഒരു ഓട്ടോയ്ക്കകത്ത് ഇങ്ങനെ കുറേ പിള്ളേർ ഇരുന്ന് പോകുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് അത് എടുക്കാൻ തോന്നി. അങ്ങനെ അതെടുത്തത് കേട്ടോ. അവരെന്നെ നോക്കി ഞാൻ ക്യാമറ വെച്ചിട്ട് എന്ത് എടുക്കുക അവരെന്നൊക്കെ പറഞ്ഞ് നോക്കുമായിരിക്കും. ഹലോ ഗൈസ്, ഞങ്ങൾ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. പാവായിട്ട് ഡ്രൈവ് ചെയ്യുമായിരുന്നു. എന്താണെന്ന് അറിയണോ, എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വന്ന് ഏതൊരു സ്ഥലത്തെത്തി. ഒരു 5 മിനിറ്റ് എവിടെ കിട്ടി. ചെങ്കോട്ട കഴിഞ്ഞ് ചെക്ക് പോസ്റ്റ് ആയപ്പോൾ 5 മിനിറ്റ് അങ്ങോട്ട് വണ്ടി ഒഴുക്കിയിട്ട് കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. ആ സമയത്ത് ഞാൻ ഉണർന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കങ്ങ് ഉറക്കമെന്ന് ചെയ്യാം. ഞാൻ കിടന്ന് ഭയങ്കര ഉറക്കമായിരുന്നു. ഇപ്പം തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ എത്തി. ഇവിടെ നിന്നാൽ തന്നെയാണ് ചായ കുടിക്കുക. ആ സമയം ഇപ്പോൾ ഇച്ചിരി ഒരു ഉഷാറ് വന്നത്. വേണ്ട, വൈശുക്കുട്ടി ഇപ്പോഴും ഉറക്കമാണ്. ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ അതിനോട്ട് ഒരു ബണ്ണ് മേടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതും കൂടെ കഴിക്കാതെ വൈശു ഇരുന്ന് കാർ ഓട്ടിക്കുകയാണ്. വൈശുവിന്റെ കാർ ഓട്ടിക്കൽ കാണിച്ചു തരാം. വൈശുവിന്റെ കുരുത്തക്കേടുകൾ. ആക്ച്വലി ഞങ്ങൾ എവിടെയോ വന്നൊരു സ്റ്റക്കാവാൻ കാണുന്ന വെച്ചാൽ വേറെ ഒന്നുമല്ല, ഗവർണർ വരുന്നെന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഞങ്ങളുടെ വണ്ടി ഇങ്ങോട്ട് ഒതുക്കി ഇങ്ങോട്ട് ഇട്ടിരിക്കുകയാണ്. ഗവർണർ പോയി കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് വണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പോലീസുകാരെ പറഞ്ഞ് ഇങ്ങോട്ട് മാറ്റിയിട്ടേക്കാൻ. ഗവർണർ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് ഗവർണറിനെയും കാത്ത് ഞങ്ങൾ ഇരിക്കുകയാണ്. എവിടെയാ ഈ സ്ഥലം? പിന്നെ വരുന്ന ആദ്യത്തെ പോലീസ് വണ്ടി പോയി. ഇനി ഗവർണറിന്റെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് എവിടെയാണ് ഗവർണർ? എന്താ ഫാസ്റ്റ്. അങ്ങനെ ഗവർണർ പോയിരിക്കുകയാണ്. ഞങ്ങൾ വണ്ടി എടുത്തിട്ട് പോവാണ്. ഗവർണറിനെ കാണാൻ പറ്റിയില്ല. ഏട്ടനെ കാണാൻ പറ്റിയ ഗവർണറിനെ? വൈശുദ്ധ വായിൽ കൈയിട്ടോണ്ടിരിക്കുന്നതാണ്. നമ്മൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഇഡ്ഡലി കഴിക്കാം. വൈശുവിന് വാരി തരാം.
അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ ഇഡലിയും കടലക്കറിയും കഴിക്കാൻ നിർത്തി. അങ്ങനെ വൈശുക്കുട്ടിക്ക് വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ നിർത്തേണ്ടി വന്നു. കാരണം വൈശു കഴിച്ചത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവൾ കഴിക്കുന്നത് വരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് അവിടെ അടുത്ത് എന്തൊക്കെയോ ഉണ്ടായിരുന്നു അതൊക്കെ ഷൂട്ട് ചെയ്തത് നമ്മൾ ഇഡലിയും കടലക്കറിയും താണ്ട് ഇരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഏതോ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഒരു വലിയ സാധനം ഇങ്ങനെ പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ ഉറങ്ങിക്കിടക്കുന്ന ഞാനായിരുന്നു. ഞാൻ പെട്ടെന്ന് ചാടി അടിച്ചത് എന്താ സംഭവം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആരോട്ട് പറഞ്ഞത് എന്തോ വിൻഡ് മില്ലിൻ്റെ എന്തോ ഒരു ആണ് പോകുന്നത്. അതിൻ്റെ ഇതില്ലേ അതിൻ്റെ വിങ്സോ അങ്ങനെ എന്തോ സാധനം പോകുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു വണ്ടിയിൽ ആ ഡ്രൈവർ കറക്റ്റായിട്ട് തിരിച്ച് വളച്ചെടുത്ത് ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. അതേപോലെ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മധുര എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ഫ്ലൈറ്റിനെ സ്പോട്ട് ചെയ്ത്. മധുരയിലെ ഒരു പഴയ എയർപോർട്ടാണെന്നാണ് പറഞ്ഞു കേട്ടെ. പിന്നെ എന്താണ് അങ്ങനെ രാത്രിയായി. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് കുറേ ലേറ്റായി. പിന്നെ ഇടയ്ക്കുള്ള വ്ളോഗൊന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് തന്നെ പൊതിച്ചോറും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രാത്രിയിലത്തെ ഫുഡ് വരെ അമ്മ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അനുവേട്ടൻ്റെ അമ്മ. അങ്ങനെ പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ ഒരു ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്